കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് കിഴക്കോത്ത് കച്ചേരിമുക്കിൽ വീടുകളിൽ വെള്ളം കയറി. വീട്ടുസാധനങ്ങൾ മാറ്റുന്നു. രാഹുൽ കെ വി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെയാണ് അവിടെ പൂർണ്ണമായും വെള്ളത്തിലായിരിക്കുന്ന അവസ്ഥയാണോ? എത്ര വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്? മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ടോ? അക്ഷയ, വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ മേഖലയിൽ 10ലധികം വീടുകളിൽ ഇപ്പോൾ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയുടെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്, പെയ്യുന്ന തോത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് ഇവിടെ ഈ പൂനൂർ പുഴയോട് അരികിലായി വരുന്ന ഈ കച്ചേരിമുക്കിൽ വെള്ളം കയറാൻ കാരണം തലയാട് കക്കയം മേഖലയിൽ പെയ്ത ശക്തമായ മഴ. വെള്ളം പിന്നീട് ഒഴുകി ഈ മേഖലയിലേക്ക് എത്തിയത് തന്നെയാണ്. ഈ പ്രദേശം ഒന്നടങ്കം തന്നെ വെള്ളത്തിലടിയിലായിട്ടുണ്ട്. അല്പസമയം മുൻപ് ഒരു വീടിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ്. ഇരുനില വീടാണ്. താഴത്തെ നിലയിൽ നിന്ന് സാധനങ്ങളെല്ലാം മുകളിലേക്ക് എടുത്തു വെക്കുക കൂടിയാണ്. അതിൽ ഇവിടെ 10ലധികം വീടുകളിലേക്കാണ് ഇപ്പോൾ തന്നെ വെള്ളം കയറുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ചിലതിൽ നിന്ന് ആളുകൾ ബന്ധു വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു നില മാത്രമുള്ള വീടുകളിൽ സാധനങ്ങൾ കഴിയുന്ന വിധത്തിൽ അവർ ഉയർത്തി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇവിടെ പ്രദേശവാസികൾ, ദുരിതബാധിതർ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറി വന്നതാണോ? അല്ല, ഇതിവിടെ ചെറിയ ഒരു വെള്ളം ഉണ്ടെങ്കിലും ഈ പ്രദേശത്ത് പെട്ടെന്ന് വെള്ളം കയറും. ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മളെ കച്ചേരിമുക്ക് തോട് ഇവിടെയാണ് പുഴയുമായിട്ട് പൂനൂർ പുഴയായിട്ട് ചേരുന്നത്. ഈ ചേരുന്ന പ്രദേശത്ത് പുഴയിലേക്ക് വെള്ളം ഉൾക്കൊള്ളാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പ്രദേശം വെള്ളം മുങ്ങുകയും, ആദ്യം തന്നെ ഈ പ്രദേശത്ത് വെള്ളം കയറുന്ന 2 വീടുകളിൽ ഒന്നാണ് ഈ വീടും. ഇവിടെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ഏകദേശം കട്ടിലിൻ്റെ പകുതിയോളമായിട്ടുണ്ട് ആ വീട്ടിലും ഏകദേശം അത്ര തന്നെ വെള്ളമായിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മളെ ഈ വെള്ളം, ഈ തോട്ടിലൂടെ വരുന്ന വെള്ളം പുഴയിലേക്ക് സുഗമമായിട്ട് ഒഴുകി പോകാനുള്ളൊരു സഞ്ചാര ഇവിടെ ഇല്ല. 2 സൈഡും കെട്ടാത്തത് കൊണ്ട് മരങ്ങളും മറ്റും വന്ന് ഈ തോട് പൂർണ്ണമായും തൂർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഇപ്പൊ ഈ കാണുന്ന 2 വീടുകളിലെ ആളുകൾ എങ്ങോട്ടേക്കാണ് മാറിയിട്ടുള്ളത്? 2 വീടുകൾ എന്ന് വെച്ചാൽ 2 വീടുകളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ആ വീടുകളിൽ ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന വീടാണ്. ഇത് അവരുടെ ബന്ധു തന്നെയാണ്. അവിടെ ഈ സ്ത്രീയും, ഗ്രഹനാഥയായിട്ട് സ്ത്രീയും പിന്നെ കുട്ടികളും മാത്രമാണ്. അവരെ ബന്ധു വീടുകളിലേക്ക് താമസം മാറിയാണ്. ഏത് ചെറിയ വെള്ളപ്പൊക്കത്തിലും ഈ 2 സാധനങ്ങളൊക്കെ കുറെയൊക്കെ ബന്ധു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചൊക്കെ ആ വീട്ടിൽ തന്നെ റാക്കിന്റെ മുകളിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എത്ര മാറ്റിയാലും ഓരോ പ്രളയത്തിലും ആ വീടുകളിലൊക്കെ വലിയ വലിയ നാശങ്ങൾ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽസും ഉപകരണങ്ങളൊക്കെ എത്ര നമ്മൾ മാറ്റി സ്ഥാപിച്ചാലും വെള്ളം കയറി ബുദ്ധിമുട്ടാകും. മാത്രമല്ല, ആ വീട്ടിലത്തെ കിണർ, ഈ വീട്ടിലത്തെ കിണർ, ഈ കിണറുകളിലൊക്കെ വെള്ളം ഈ പുഴവെള്ളം യോജിക്കുന്നത് കൊണ്ട് അവർക്ക് അതും വലിയൊരു പ്രയാസമായി മാറാറുണ്ട്. അതുതന്നെയാണ്. പക്ഷേ വളരെ ദുരിതം തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു അത്യാവശ്യം വന്ന് ആശുപത്രിയിലേക്കൊക്കെ പോകണമെന്ന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെയും വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഈ മേഖലയിൽ ഒന്നടങ്കം തന്നെ ഉള്ളത്. നമുക്കൊരു ശീലായിപ്പോയി തോന്നല്ലേ ഇങ്ങനെ വെള്ളത്തിൽ? ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തവണയും അതിന്റെ മുന്നത്തെ തവണയും ഒക്കെ വെള്ളം കയറിയിട്ട് വീടുകളിന്റെ ഉള്ളിൽ നിന്ന് കണ്ട് പാമ്പിനെടുത്ത് എത്രയോ സംഭവങ്ങൾ ഈ വീടുകളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇവർ തന്നെ വെച്ചെങ്കിൽ അവരുടെ ഒരു ആട് ഉണ്ട്. ആടിനെ എന്നിട്ട് വേറെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിർത്തിയാണ് അവരൊക്കെ അതിനുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോവാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എല്ലാ ഭാഗത്തും ഉണ്ട്. നല്ല രീതിയിൽ 2 കെട്ട്, തോടിന്റെ 2 സൈഡിലും കെട്ട് വന്ന് തോടൊന്ന് വൃത്തിയാക്കിയാൽ ചെറിയ വെള്ളത്തിലൊന്നും ഇവിടെ വെള്ളം കയറാത്തൊരു സ്ഥിതി ഉണ്ടാവും. അധികാരികൾ ആ രീതിയിലൊന്ന് മാറിയാൽ ഈ പ്രദേശം നമുക്ക് ചെറിയ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നു. പ്ലാവിലേക്കായിട്ട് ആടിന് കൊടുക്കാനാണോ? ആടിന് കൊടുക്കാൻ പോവുകയാണ്. ആട് പട്ടിണി കിട്ടാൻ പറ്റൂലോ. ആടിനെ എങ്ങനെ മാറ്റി കെട്ടിയോ? ഇവിടുന്ന് രാവിലെ വെള്ളം ഏറിയ പാട്ട് കൊണ്ട് മാറ്റി കെട്ടിയ വേറെ വീട്ടിലേക്ക് മാറ്റി. റോഡ് സൈഡിൽ തന്നെയാണ്. അതിന് ഭക്ഷണം കൊണ്ട് പോവുകയാണ്. ഇപ്പം തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. ബാക്കിയുള്ളവരെ കൂട്ടി ഇങ്ങോട്ട് പോരണം. വീടോ? വീട് തന്നെ. വെള്ളം കൂടല്ലേ? വെള്ളം ഇപ്പോഴും കൂടുവാണോ? കൂടിക്കൊണ്ട് കയറി സ്റ്റെപ്പ് ഇങ്ങനെ മുങ്ങിക്കൊണ്ട് നിൽക്കാണ്. സാധനമൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഏത് സമയവും പുറപ്പെടാനുള്ള ചുറ്റുപാടിലാണ്. എപ്പോഴും മാറാൻ റെഡി എപ്പോഴും മാറാണ്ട് റെഡി ആയിരിക്കാം. ശരി, ഓക്കെ. ഏതായാലും എല്ലാം റെഡിയാക്കി എപ്പോ വേണമെങ്കിലും മാറാം തയ്യാറായി നിൽക്കുന്ന ഒരു ചേട്ടനാണ്. അവരുടെ ആടിനെ മാറ്റി കെട്ടിയിട്ടുണ്ട് അടുത്ത വീട്ടിലേക്ക്. അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോവുക കൂടിയാണ്. ഏതായാലും പക്ഷേ ഇത് തന്നെയാണ് വലിയ പ്രയാസം, ദുരിതമാണ് ആളുകളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഈ മേഖലയിൽ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മലയോരത്ത് പെയ്ത ശക്തമായ മഴയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രയാസത്തിലേക്ക്, വെള്ളപ്പൊക്കത്തിലേക്ക് ഈ മേഖലയെ മാറ്റിയിട്ടുള്ളത്. കോഴിക്കോട് കിഴക്കോത്ത് നിന്നാണ് രാഹുൽ കെ വി വിവരങ്ങൾ നൽകുന്നത്.